എല്ലാ ഫെഡറൽ സംവിധാനങ്ങളിലും വ്യവസ്ഥിതിയിലും ഉള്ളതാണ് കേന്ദ്രം സംസ്ഥാനങ്ങളെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്രം റവന്യൂ മുഴുവനും കയ്യിൽ വയ്ക്കുന്നു, സംസ്ഥാനങ്ങൾക്ക് റവന്യൂ നൽകുന്നില്ല, കുറച്ച് നൽകുന്നു. അതായത് ചെലവുകൾ കൂടുതൽ സംസ്ഥാനങ്ങൾക്ക്, റവന്യൂ കൂടുതൽ കേന്ദ്രത്തിൻ്റെ കയ്യിൽ. ഈ തരത്തിലുള്ള വിമർശനങ്ങൾ എല്ലാ ഫെഡറൽ സംവിധാനങ്ങളിലും ഉണ്ടാകാറുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിലും ഇതുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ സാധാരണ നമ്മുടെ എന്താണ് പിണറായി ഗവൺമെൻറ്റിൻ്റെ വക്താക്കളും ഒക്കെ പറയാറുള്ളത് 60, 62, 63% ചെലവുകൾ സംസ്ഥാനത്തിൻ്റെ കയ്യിലായിരിക്കുമ്പോൾ 37% വരുമാനമേ സംസ്ഥാനങ്ങൾക്കുള്ളൂ എന്നാണ്. അത് പക്ഷേ ശരിയല്ല. അതായത് ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തിൽ 57.9% ചെലവുകൾ സംസ്ഥാനങ്ങൾ വഹിക്കണം, 37.9% വരുമാനമാണ് സംസ്ഥാനങ്ങൾക്കുള്ളത്. അതൊരു ഒട്ടും മോശമായ ഗ്യാപ്പല്ല. അതായത് വരുമാനം കൂടുതൽ കേന്ദ്രത്തിൻ്റെ കയ്യിലും ചെലവ് കൂടുതൽ സംസ്ഥാനങ്ങളുടെ കയ്യിലും എന്നുള്ള അവസ്ഥയാണ് അത് കൈ ചൂണ്ടുന്നത്. പക്ഷേ നമ്മൾ ചൈനയിലെ കാര്യം എടുത്താലോ, 84% ചെലവുകൾ സംസ്ഥാനങ്ങൾക്കാണ്, 54% വരുമാനമേ സംസ്ഥാനങ്ങൾക്കുള്ളൂ. ഒരുപക്ഷെ ലോകത്തെവിടെയുമുള്ള ഫെഡറൽ സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ ചെലവുകൾ വഹിക്കേണ്ടി വരുന്നത് ചൈനയിലെ സംസ്ഥാനങ്ങൾക്കാണ്. അതായത് ഏറ്റവും കുറഞ്ഞ വരുമാനം കൊണ്ട് ഏറ്റവും കൂടുതൽ ചെലവുകൾ 84% വരെ ചെലവുകൾ വഹിക്കേണ്ടി വരുന്നത് ചൈനയിലെ സംസ്ഥാനങ്ങൾക്കാണ്. അപ്പോൾ നമുക്ക് അത് പോട്ടെ, നമുക്ക് ഇന്ത്യയിലേക്ക് വരാം. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് എല്ലായ്പ്പോഴും പറയുന്നത് ഈ ഫെഡറൽ വ്യത്യാസമാണ്. അതായത് ചെലവുകൾ കൂടുതൽ സംസ്ഥാനങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെലവുകൾ 57.9% സംസ്ഥാനങ്ങൾ വഹിക്കുമ്പോൾ 37.9% വരുമാനമേ സംസ്ഥാനങ്ങൾക്കുള്ളൂ. അതാണ് ഇന്ത്യയുടെ അവസ്ഥ. അപ്പോൾ ഇതിലേക്കാണ് എപ്പോഴും LDF ഗവൺമെൻറ് കൈ ചൂണ്ടുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന എനിക്ക് 1-2 ചെറിയ കാര്യങ്ങൾ ഗവൺമെൻറ്റിനെ പറ്റി, സംസ്ഥാന ഗവൺമെൻറ്റുകളെ പറ്റി, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫെഡറലിസത്തെ പറ്റി പറയാനുണ്ട്. അതായത് ഈ BJP ഗവൺമെൻറ് അല്ലല്ലോ ഈ ഫെഡറൽ സംവിധാനം കൊണ്ടുവന്നത്. കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് നമ്മളൊരു ഫെഡറൽ സംവിധാനമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നതാണ് ഫിനാൻസ് കമ്മീഷൻ. ഈ ഫിനാൻസ് കമ്മീഷനും ഒക്കെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഈ സംസ്ഥാനവും അതുപോലെ കേന്ദ്രവും തമ്മിൽ റവന്യൂ പങ്കിടേണ്ട നോംസ് ഓരോന്നും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ ഉപരിയായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, ഡിഫൻസ്. അതായത് സംസ്ഥാന ഗവൺമെൻറ്റിന് ഡിഫൻസ് ചെലവുകളില്ല. ഒരു രാജ്യത്തെ ഡിഫൻസ് ചെലവ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചെലവ്. ആ ഏറ്റവും പ്രധാനപ്പെട്ട ചെലവ് കേന്ദ്രത്തിന് മാത്രമാണ് എന്ന് നമ്മൾ ഓർക്കണം. എല്ലാ ബജറ്റിലും വലിയ ഒരു ഭാഗമാണ്, GDPയുടെ വലിയ ഒരു ഭാഗമാണ് ഡിഫൻസിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വരിക. അത് കഴിഞ്ഞാൽ ഫോറിൻ അഫയേഴ്സ്, അതും കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമുള്ള ഒരു വകുപ്പാണ് ഫോറിൻ അഫയേഴ്സ് വകുപ്പ്. ഈ 2 വകുപ്പുകളും വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. അവ രണ്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൂടുതൽ റവന്യൂ എടുക്കുന്നു, സംസ്ഥാനങ്ങൾക്ക് റവന്യൂ കുറഞ്ഞു പോകുന്നു എന്ന ആ കംപ്ലൈൻറ്റ്, ആ വിമർശനം മുനയൊടിയുന്നു. അതായത് വളരെ പ്രധാനപ്പെട്ട, ഇപ്പം നമുക്കറിയാം ചൈനയിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനം കേന്ദ്രത്തിനും ചെലവ് സംസ്ഥാനങ്ങൾക്കുമാണെന്ന്. ചൈന എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? OBOR, വൺ ബെൽറ്റ് വൺ റോഡ് എന്ന ആ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇന്ത്യയെ വരിഞ്ഞു മുറുക്കത്തക്ക രീതിയിലാണ് അഫ്ഗാനിസ്ഥാൻ വഴി, പാകിസ്ഥാൻ വഴി, ജമ്മു കാശ്മീരിൻ്റെ, അതായത് പാക് അധിഷ്ഠിത ജമ്മു കാശ്മീർ വഴി റോഡ് നിർമ്മാണം അത് പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പം നമ്മളെ ഒരു വശത്ത് അങ്ങനെ ഇപ്പോൾ തൊട്ടടുത്ത് മാലദ്വീപിനെയും ചൈന സ്വന്തം പോക്കറ്റിലായിരിക്കുകയാണ്. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അതൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. ഈ പല ചർച്ചകളിലും നമ്മളങ്ങനെ കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒട്ടും തമാശയായിട്ട് കാണരുത്, നിസ്സാരമായിട്ട് കാണരുത്. ചൈന ഇന്ത്യയെ 4 വശത്തും വരിഞ്ഞു മുറുക്കാനുള്ള, അങ്ങനെ ആക്രമിക്കാനുള്ള തന്ത്രമാണ് ഇപ്പോൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് മാലദ്വീപിൻ്റെ
പ്രസിഡൻറ്റിനെ അവരങ്ങോട്ട് വിളിച്ചു, സൽക്കരിച്ചു, ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി. മാലദ്വീപിൻ്റെ പ്രസിഡൻറ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഇന്ത്യൻ ഡെമോക്രസിയെയും ഒക്കെ ആക്ഷേപിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ഇതാ അവിടെയുള്ള നമ്മുടെ പ്രസൻസ്, നമ്മുടെ ആർമി പ്രസൻസ്, നമ്മുടെ ആ ഫോഴ്സിൻ്റെ പ്രസൻസ് കംപ്ലീറ്റ് ആയിട്ടും എടുത്തു കളയണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അവസ്ഥയാണെന്ന് ഓർക്കണം. അപ്പോൾ ഡിഫൻസിന് ഇതുവരെ കൊടുത്തതിനേക്കാൾ ഉയർന്ന ഊന്നൽ വരും കാലങ്ങളിൽ കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം നാം ഒരു കാരണവശാലും മറക്കരുത്. അപ്പോൾ ഈ ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ്, ഈ 2 വകുപ്പുകൾ കേന്ദ്രത്തിനായതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളുടെ വരുമാനം കുറയുന്നു, സംസ്ഥാനങ്ങളുടെ ചെലവ് കൂടുന്നു എന്ന് പറയുന്നത് സത്യമാണ്. അതിൽ പക്ഷേ ഒരു ലോജിക് ഉണ്ട്, യുക്തിയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ ഫെഡറലിസം അത്ര പുച്ഛിച്ച് തള്ളേണ്ട ഫെഡറലിസം അല്ല. ഇത് കുറച്ചും കൂടി യുക്തിസഹമായി എന്താണ് പറയുക, വാർത്തെടുത്ത ഒരു ഫെഡറൽ സംവിധാനമാണ് എന്നുള്ള ആർഗ്യുമെൻ്റാണ് എനിക്കുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു ആർഗ്യുമെൻറ്റിൽ ഈ സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അടുത്ത 8-ാം തീയതി ജന്തർ മന്ദറിൽ 11:30 മണിക്ക് അവർ ധർണ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യ മുന്നണിയിലുള്ളവരെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. ആരൊക്കെ പങ്കെടുക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഈ ഫെഡറൽ വിരുദ്ധത, അതായത് ഫെഡറൽ സിസ്റ്റം സംസ്ഥാനങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഇവർ ഏറ്റവും മുൻപോട്ട് വയ്ക്കുന്ന ആർഗ്യുമെൻറ്റ്. അപ്പം എത്ര പേര് ചേരും എന്ന് നമുക്കറിഞ്ഞുകൂടാ. എങ്ങനെ ഇരിക്കും അത്, വിജയ പരാജയം എതും നമുക്കറിഞ്ഞുകൂടാ. കാരണം ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സത്യത്തിൽ നരേന്ദ്രമോദി അല്ലല്ലോ ഈ നിയമങ്ങൾ ഉണ്ടാക്കിയത്, BJP ഗവൺമെൻറ് അല്ലല്ലോ ഈ നിയമങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് വന്ന ഈ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഈ വലിയ വ്യത്യാസം കാണുന്നവരാരും ഈ ഡിഫൻസും ഫോറിൻ അഫയേഴ്സും ഒന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഡിഫറൻസ് ഉണ്ടെന്ന് പറയുന്നത് തന്നെ. ഇനി അല്ലാതെ തന്നെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അത് എല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിച്ച് മാറ്റിയെടുക്കേണ്ടതാണ്. GST കൗൺസിലുണ്ട്, അതുപോലെ തന്നെ ഫിനാൻസ് കമ്മീഷനുണ്ട്, അങ്ങനെ പല വേദികളുണ്ട്. ആ വേദികളിലൊക്കെ വെച്ച് ഇതൊക്കെ പരിഹരിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ സമയത്ത് ജന്തർ മന്ദിറിൽ പോയിട്ട് ഇത്തരം മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നത് കൊണ്ട് ഇലക്ഷനിൽ എന്തെങ്കിലും മെച്ചം, അതായത് സംസ്ഥാന ഗവൺമെൻറ്റിന് നമുക്കറിയാം, നമ്മുടെ MT വാസുദേവൻ നായരും അതുപോലെ പ്രധാനപ്പെട്ട എഴുത്തുകാരുമെല്ലാം സർക്കാരിനെതിരെ വാളോങ്ങി. ആ വാളോങ്ങിയത് ഏറ്റെടുക്കും പൊതുജനം. അതായത് MT ആരാണെന്നറിയാവുന്നവർ, അതുപോലെ മുകുന്ദനോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ളവർ, ഗ്രേസി പോലും വളരെ ശക്തമായ രീതിയിൽ, ഗ്രേസി പോലും എന്ന് പറഞ്ഞ് എനിക്ക് പെണ്ണിനോട് പുച്ഛമുള്ളത് കൊണ്ടല്ല, പക്ഷേ MTയോട് അടുത്തു വരില്ല ഗ്രേസി, അതുകൊണ്ടാണ് ഗ്രേസി പോലും. അങ്ങനെ MT പോലെ MTയേക്കാളും അങ്ങനെ ഒത്തിരി സാഹിത്യ വിശാരദരും വളരെ ബഹുമാന്യരായ വ്യക്തികളുമൊക്കെ ഇവിടുത്തെ ഭരണ രീതിയെ അത് എന്താ പറയുക, അത്യാർത്തിയിലും ആർത്തിയിലും കോപത്തിലും ഒക്കെ ചെന്നെത്തിയിരിക്കുകയാണ്, അഹങ്കാരത്തിലും ഒക്കെ ചെന്നെത്തിയിരിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ നിന്നൊക്കെ ഒരു ശകല ഇളവ് കിട്ടുമോ, അതിനൊക്കെ ഒന്ന് ഗുഡ് ബൈ പറഞ്ഞ് വേറൊരു മുഖം വളർത്തിയെടുക്കാൻ ഒക്കുമോ ഇലക്ഷനെ ഫേസ് ചെയ്യാൻ എന്ന് കരുതി കുറച്ചും കൂടി ഒരു മെച്ചപ്പെട്ട ഇലക്ഷൻ മുഖം സൃഷ്ടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പിണറായി സർക്കാർ ഗവൺമെൻറ് ഇപ്പോൾ ജന്തർ മന്ദിറിലേക്ക് സമരത്തിന് പോകുന്നത് എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ കേന്ദ്രത്തിനോട് പഴി പറയത്തക്ക രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഇങ്ങനെ മുറവിളി കൂട്ടി മുമ്പോട്ട് വരുന്നില്ല. കാരണം എന്താണ്, ഇപ്പോൾ ധനപ്രതിസന്ധി ഉള്ള സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ഈ ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ്, അതായത് സഞ്ചിത കടം വെച്ച് നോക്കുകയാണെങ്കിൽ FRBM ആക്ട് പറഞ്ഞിരിക്കുന്നത് സഞ്ചിത കടം GSDPയുടെ 29% താഴെ നിർത്തിയിരിക്കണം എന്നാണ്. നമ്മുടെ മറ്റെല്ലാ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും 29% താഴെയാണ്. കേരളം, വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, ഈ 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് അത്
35% മുകളിൽ നിൽക്കുന്നത്. അതായത് കൂടുതൽ കടമെടുത്തിരിക്കുന്ന, അപകടകരമായ തോതിൽ കടമെടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളായിട്ട് റിസർവ് ബാങ്ക് അതിൻ്റെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതും ഈ 3 സംസ്ഥാനങ്ങളെ മാത്രമാണ്. അപ്പോൾ വേണമെങ്കിൽ ഈ 3 സംസ്ഥാനങ്ങൾ മാത്രമായിരിക്കാം പറയുന്നത് കേന്ദ്രം സംസ്ഥാനങ്ങളോട് അവഗണന കാണിക്കുന്നു എന്ന്. അപ്പോൾ ജന്തർ മന്ദിറിലെ ഈ പറയപ്പെട്ട ധർണയിൽ പങ്കെടുക്കാൻ ആരൊക്കെ ചെല്ലും എന്ന് നമുക്ക് തീർത്തു പറയാൻ പറ്റുകയില്ല. എന്തായാലും യഥാർത്ഥ കാരണം കേന്ദ്രമല്ല, സംസ്ഥാന ഗവൺമെൻറ് തന്നെയാണ് എന്ന് സംസ്ഥാനത്തിൻ്റെ ധനമേഖലയിലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എടുപ്പിൻ്റെ പരിധി വെട്ടിക്കുറച്ചതാണ് സംസ്ഥാന ഗവൺമെൻറ്റിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പിൻ്റെ പരിധി വെട്ടിക്കുറച്ചത് കേന്ദ്രം? അതിൻ്റെ കാരണമാണ് സഞ്ചിത കടം 35% മുകളിലാണ് എന്ന് റിസർവ് ബാങ്ക് ചൂണ്ടിക്കാണിച്ചത്. അത് അപകടകരമായ മേഖലയാണെന്ന് റിസർവ് ബാങ്ക് ചൂണ്ടിക്കാണിച്ച കാര്യം ഞാനിവിടെ ആവർത്തിച്ചത്. അതായത് നമ്മുടെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന സഞ്ചിത കടം GSDPയുടെ 36.05% ആണ്. 35% മുകളിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാണിച്ച വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, കേരളം എന്നീ സംസ്ഥാനങ്ങൾ. അതിൽ നമ്മുടെ കടം 36.05% എത്തി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ എത്തി നിൽക്കെ നാം കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും ഒക്കെ കടമെടുത്തു. അതുകൊണ്ടാണ് അതൊക്കെയും കൂടി കണക്കിലെടുത്ത് കേരളം കടക്കണിയിലേക്ക് പോകരുത് എന്ന ശുദ്ധ ലക്ഷ്യത്തോടെയാണ് നിർമ്മല സീതാരാമൻ ഒരു വനിതാ ധനമന്ത്രിയാണെന്ന് ഓർക്കണം. സാധാരണ നല്ല ശക്തരായ വനിതകൾ കുടുംബിനികളാണെങ്കിൽ ആ കുടുംബം കടക്കണിയിലേക്കോ, അതായത് എല്ലാവരും ചേർന്നുള്ള ആത്മഹത്യയിലേക്കോ പോകേണ്ടി വരില്ല. വിഡ്ഢികളായ വീട്ടമ്മമാരുള്ളിടത്താണ് കുടുംബം ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരുന്നത്. അതായത് ധനപ്രതിസന്ധി കൊണ്ട് കുടുംബം ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരുന്നത് മറ്റു കാരണങ്ങൾ കൊണ്ട് പോയേക്കാം. അപ്പോൾ ഇങ്ങനെ അതായത് ഒരു ശക്തയായ വനിതാ ധനമന്ത്രി കേന്ദ്രത്തിലിരിക്കുമ്പോൾ അവർ ഇങ്ങനെ ഒരു കേരളത്തിന് വേണ്ടിയിട്ട് ഒരു നയം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചിറ്റമ്മ നയമല്ല, പെറ്റമ്മ നയമാണ് എന്ന് ആവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ കടുംവെട്ടല്ല, കേരളത്തിൻ്റെ കാര്യക്ഷമതയില്ലായ്മ, ഭരണ മികവില്ലായ്മ, വിഭവ സമാഹരണത്തിലെ കാര്യക്ഷമതയില്ലായ്മ, ഇതൊക്കെയാണ് കേരളം ധനപ്രതിസന്ധിയിലെത്താനുള്ള കാരണം. അതിന് വേറെ നമ്മൾ തെളിവന്വേഷിച്ച് പോകുന്ന എന്തിനാണ്? CAG റിപ്പോർട്ട്. CAG കേന്ദ്രത്തോടോ കേരളത്തോടോ പ്രത്യേക വിനയമോ മതിപ്പോ കാണിക്കേണ്ട ഒരു ബോഡിയല്ല, ഓട്ടോണമസ് ബോഡിയാണ്. അപ്പോൾ അതും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. CAG 2023 റിപ്പോർട്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് വിട്ടത്. അപ്പോൾ അങ്ങനെ പുറത്തുവിട്ട ആ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? അതിൽ റവന്യൂ സെക്ടറിനെ പറ്റിയുള്ള റിപ്പോർട്ടിൽ CAG പറയുന്നുണ്ട് 28,258.39 കോടി രൂപ നികുതി അതായത് റവന്യൂ വരുമാനം കുടിശ്ശികയായിട്ട് കിടക്കുകയെന്ന്. അതുമാത്രം, അതായത് 28,258.39 കോടി റവന്യൂ കുടിശ്ശിക പിരിച്ചെടുക്കാനുണ്ട്. അതിൽ തന്നെ ഏറ്റവും കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ളത് GST വകുപ്പിലാണ്. 14,000 കോടിയിലധികമാണ് GST വകുപ്പിൽ പിരിച്ചെടുക്കാനുള്ള കുടിശ്ശിക. അപ്പോൾ ഇത് തന്നെയുമല്ല, CAG ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പരമാർത്ഥവും കൂടി നാം കാണണം. ഇത് കേരളം പ്രതീക്ഷിക്കുന്ന റവന്യൂ വരുമാനത്തിൻ്റെ 24.23% വരുമെന്ന് ഈ കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ളത്. അതായത് ഒരു സംസ്ഥാന ഗവൺമെൻറ് ഒരു വർഷം പ്രതീക്ഷിക്കുന്ന, ആ പ്രതീക്ഷയൊക്കെ ബജറ്റിലുണ്ട് എത്രയാണെന്നുള്ളത്, പ്രതീക്ഷിക്കുന്ന വരുമാനത്തിൻ്റെ 25%, കാൽ ഭാഗത്തോളം പിരിച്ചെടുക്കാതിരിക്കുക എന്നുള്ളതിന് നമ്മൾ കാര്യക്ഷമത എന്ന് പറയണോ കാര്യക്ഷമത ഇല്ലായ്മ എന്ന് പറയണോ? ഈ കാര്യക്ഷമതയില്ലായ്മയാണ് കേരളത്തിൻ്റെ ധനപ്രതിസന്ധിയുടെ മൂല കാരണം. അത് പക്ഷേ അംഗീകരിക്കാൻ നമ്മുടെ സർക്കാർ തയ്യാറാകുന്നില്ല. അതിനു പകരം ഞങ്ങൾ കാണിക്കുന്ന എല്ലാം ശരിയാണ്, തെറ്റെല്ലാം കേന്ദ്രത്തിൻ്റെ ഭാഗത്താണ് എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിക്കൊണ്ടാണ് ജന്തർ മന്ദിറിലേക്ക് ഇവർ പോകുന്നത്. ഇനി ഇവരുടെ ദൂർത്തോ നമുക്കറിയാം. കേരളീയം എന്ന് പറഞ്ഞ് ഒരാഴ്ച കൊണ്ട് സെക്രട്ടേറിയറ്റ് അടച്ചിട്ട് ഭരണത്തോട് ഗുഡ് ബൈ പറഞ്ഞ് ഒരാഴ്ച മുഴുവനും കേരളീയം എന്ന മാമാങ്കവുമായി പല സ്റ്റേഡിയങ്ങളിലും പല കേന്ദ്രങ്ങളിലും വലിയ തുകകൾ ചെലവഴിച്ച് സ്പോൺസർഷിപ്പൊക്കെ വാങ്ങിച്ച്
അങ്ങനെ കാര്യങ്ങൾ നടത്തി. അപ്പോൾ നമ്മൾ ഓർക്കണം, സ്പോൺസർഷിപ്പ് മേടിക്കുക എന്ന് പറഞ്ഞാൽ പങ്കുപറ്റ് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമാണ്. അതായത് GST കൊടുക്കേണ്ടവൻ GST കൊടുക്കില്ല, പിന്നെ സ്പോൺസർഷിപ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെയാണ് ഏത് തരത്തിലുള്ള വരുമാനവും വെട്ടിക്കാൻ സ്വർണത്തിൻ്റെ, നമുക്ക് ഒരു 30,000 കോടി രൂപ സ്വർണത്തിൻ്റെ നികുതിയായിട്ട് കേരളത്തിൽ കിട്ടേണ്ടതാണ്. ഓർമ്മിക്കണം, 3% നികുതിയുള്ളൂ. നിത്യോപയോഗ സാധനങ്ങൾ 5% നികുതിയുള്ളപ്പോഴാണ് GST 3% മാത്രമുള്ളത് സ്വർണത്തിന്, സ്വർണ്ണാഭരണങ്ങൾക്ക്. അതുപോലും അത് പിരിച്ചെടുത്താൽ തന്നെ ഒരു 30,000 കോടി കേരളത്തിന് കിട്ടേണ്ടതാണ്. 500 കോടിയിൽ താഴെയാണ് കിട്ടുന്നത്. അതുപോലെ നമുക്കറിയാം, നമ്മുടെ നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളെയൊക്കെ കൊന്നുകൊണ്ടാണ് ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ അന്യ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ വിറ്റഴിക്കുന്നത്. വലിയ, അതായത് കേരളീയം നടത്തിയപ്പോഴും എന്താണ് പറയുക, നവകേരള സദസ്സ് നടത്തിയപ്പോഴും എല്ലാ ഉത്സവ സീസണുകളിലും ഇവിടെ ഇഷ്ടം പോലെയാണ് വിൽപ്പന നടക്കുന്നത്. ആ വിൽപ്പനയുടെയൊക്കെ നികുതി കിട്ടുകയാണെങ്കിലോ, അതായത് ഉപഭോക്തൃ സംസ്ഥാനം എന്ന രീതിയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിന്, അതായത് ഒന്നാം ഇൻഡെക്സിൽ നിൽക്കുന്ന കേരളത്തിന് പരോക്ഷ നികുതി ഇനത്തിൽ കിട്ടുന്ന 7ാം സ്ഥാനത്താണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ. എന്ന് വെച്ചാൽ വലിയ തോതിൽ ടാക്സ് ഇവേഷൻ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ നമുക്കറിയാം, റവന്യൂ സെക്ടറിൽ, അതായത് നികുതി സെക്ടറിലൊക്കെ ആവശ്യത്തിലധികം ഉദ്യോഗസ്ഥരുണ്ട്. അവരെന്ത് ചെയ്യുന്നു എന്ന് മാത്രം നോക്കാൻ ഇവിടെ ആരുമില്ല. ഭരണക്ഷമത ബിഗ് സീറോ ആയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, അഭിജിത്ത് ബാനർജി, 2ാമത്തെ ഇന്ത്യയിലേക്ക് നോബൽ പ്രൈസ് കൊണ്ടുവന്ന അമേരിക്കയിലിരിക്കുന്ന MIT ചേർന്ന് പ്രവർത്തിക്കുന്ന അഭിജിത്ത് ബാനർജിയുടെ വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ എന്ന ഗ്രന്ഥം, എന്താണ് ഇന്ത്യൻ ഇക്കോണമിക്ക് ഇപ്പോൾ ആവശ്യം, ഇന്ത്യക്ക് വേണ്ടി എഴുതിയ പുസ്തകമാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ ഈ തരത്തിലുള്ള ശമ്പള പരിഷ്കരണമോ മറ്റൊന്നുമല്ല ഒരു സംസ്ഥാനത്തിന് ആവശ്യം. എഫിഷ്യൻസിക്ക് മാർക്കിടുക. ഇൻക്രിമെൻറ്റും പ്രൊമോഷനും ഒക്കെ എഫിഷ്യൻസിയെ ബേസ്ഡ് ആകുക. എല്ലാവരും എഫിഷ്യൻ്റാണ് മലയാളികൾ. പക്ഷേ ഈ പറയപ്പെട്ട ഓരോ എഫിഷ്യൻസിക്കും അല്ല, എങ്ങനെ ഇരുന്നാലും എനിക്ക് പ്രൊമോഷൻ കിട്ടും, എനിക്ക് ശമ്പള പരിഷ്കരണം കിട്ടും എന്നുണ്ടെങ്കിൽ ആരെങ്കിലും എഫിഷ്യൻസി കാണിക്കുമോ? ഇതാണ് അഭിജിത്ത് ബാനർജി. ഇത് ഇന്ത്യയുടെ മുഴുവൻ കുറ്റമാണ്, കേരളത്തിൻ്റെ മാത്രമല്ല. എഫിഷ്യൻസിക്കല്ല ഗവൺമെൻറ് സെക്ടറിൽ മാർക്കിടുന്നതും പ്രൊമോഷൻ കൊടുക്കുന്നതും എത്ര വർഷത്തെ സർവീസുണ്ട് എന്നൊക്കെയുള്ളത് നോക്കിയിട്ടാണ്. അപ്പോൾ ഈ സിസ്റ്റമൊക്കെ മാറി ഇവിടെ എഫിഷ്യൻസിക്ക് മാർക്കിടാൻ തുടങ്ങിയാൽ മാത്രമേ നമ്മുടെ കാര്യക്ഷമത, ഗവൺമെൻറ്റിൻ്റെ ഗവേണൻസിൻ്റെ കാര്യക്ഷമത, ഇപ്പോൾ ഉള്ളതിൻ്റെ 25% ആൾക്കാരെ കൊണ്ട് ഇതിൻ്റെ 4 ഇരട്ടി എഫിഷ്യൻസിയിൽ ഈ സംസ്ഥാന ഗവൺമെൻറ്റിന് മുൻപോട്ട് പോകാൻ കഴിയും, എഫിഷ്യൻസിയെ പ്രൊമോട്ട് ചെയ്താൽ. അല്ലെങ്കിൽ എപ്പോഴും ഈ ധനപ്രതിസന്ധി കാണും. അപ്പോൾ ഇനിയും കടം എന്ന് പറഞ്ഞു പോകാതെ, കേന്ദ്രത്തിൻ്റെ കുറ്റമാണ് എന്ന് പറഞ്ഞു പോകാതെ, അവരെ പഴിചാരാതെ, ജന്തർ മന്ദിറിലേക്ക് പോകാതെ കേരളം എന്താണ് ചെയ്യേണ്ടത്? കേരളം ചെയ്യേണ്ടത് നികുതി കുടിശ്ശികയെല്ലാം കൃത്യമായിട്ട് പിരിച്ചെടുക്കുക. ഇനി എവിടെയൊക്കെയാണ് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തേണ്ടത് എന്ന് കണ്ടെത്തുക. ഈ സ്പോൺസർഷിപ്പും പങ്കുപറ്റ് രാഷ്ട്രീയവും വേണ്ടെന്ന് വെച്ച് ഗുഡ് ബൈ പറയുക. അനാവശ്യ ചെലവുകൾ എവിടെയൊക്കെ ഉണ്ടോ, അതായത് കൂടുതൽ PSC മെമ്പേഴ്സ്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് മേഖലകൾ, ആവശ്യത്തിലധികം വെൽഫെയർ ബോർഡ്സ്, അങ്ങനെ ഓരോ തരത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിലുള്ള ക്രമവിരുദ്ധ അപ്പോയിൻമെൻറ്റ്സും ചെലവുകളുമാണ് സംസ്ഥാന ഗവൺമെൻറ് വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടൊക്കെ വിട പറഞ്ഞാൽ തന്നെ സംസ്ഥാനത്തെ ധനപ്രതിസന്ധിക്ക് പരിഹാരം കാണാനാകും. സംസ്ഥാന ധനപ്രതിസന്ധി സംസ്ഥാനത്തിൻ്റെ മാത്രം കർമ്മത്തിൻ്റെ ഫലമാണ്, അല്ലാതെ അതിന് കേന്ദ്രത്തെ പഴി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല.